ലോകത്തിന്റെ പ്രതീകാത്മകമായ ഏറ്റവും വലിയ പ്രതിഷേധം അരങ്ങേറിയത് ഗസയ്ക്കടുത്തുള്ള കടലിലാണ്. 70 നോട്ടിക്കൽ മൈൽ അകലെ വരെ എത്തിയ ഫ്ലോട്ടില്ല കപ്പൽ വ്യൂഹം. കപ്പൽ ബോട്ടുകളുമായിട്ട് 50 വെസൽസാണ്, കപ്പലുകളാണ് വന്നത്. അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. 20-ലേറെ യൂറോപ്യൻ പാർലമെന്റിലെ പല രാജ്യങ്ങളിലെ അംഗങ്ങൾ, ഏതാണ്ട് 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് എത്തിയത്. അതിൽ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗ് അടക്കമുള്ളവരെ അവിടെ വളഞ്ഞു വെക്കുകയും അവരുടെ ഈ കപ്പൽ വ്യൂഹത്തെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇസ്രായേലിൻ്റെ സേന വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കുകയും ഇവരുടെ ബോട്ടുകളിലും കപ്പലുകളിലും സേന ഇരമ്പി ആർത്ത് കയറുകയും അവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. 500ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് സ്പാനിഷ്, ഇറ്റാലിയൻ യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഏറ്റുമുട്ടലിനൊന്നും അവർ മുതിർന്നില്ല. അവർ പറയുന്നത് ഇവർക്ക് കടലിൽ എന്തെങ്കിലും സംഭവിക്കുകയും ഇവർ വെള്ളത്തിൽ വീണു പോവുകയോ കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്താൻ അവർ ഇത് ചെയ്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് തങ്ങൾ വന്നതെന്നുള്ള വാദത്തിലാണ്. ഇറ്റാലിയൻ സർക്കാർ ഇന്നലെ ഇവരോട് മാറാൻ പറഞ്ഞിരുന്നു. ഇസ്രായേൽ ആക്രമിക്കാൻ അല്ലെങ്കിൽ തടയാൻ നിൽക്കുകയാണ്, ഇനി മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇറ്റലിയുടെ അഭ്യർത്ഥനയൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ ഫ്ലോട്ടില്ല കപ്പൽ വ്യൂഹം വന്നത്. പ്രതീകാത്മകമായ ഒരു ഭക്ഷണങ്ങളും ജീവകാരുണ്യ വസ്തുക്കളും കൊണ്ടാണ് വന്നത്. ഒരുപക്ഷെ ഗസയെക്കുറിച്ചുള്ള ശ്രദ്ധ ലോക ജനതയുടെ മുൻപിൽ കൊണ്ടുവരുന്ന ഒരു വലിയ യജ്ഞമാണ് അവിടെ ഇപ്പോൾ തടയപ്പെട്ടിരിക്കുന്നത്. അതുപോലും വലിയ വാർത്തയായിരിക്കുന്നു. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഇവർ അതാത് നാടുകളിലേക്ക് ഇസ്രായേലിൽ നിന്ന് നാട് കടത്തും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപനമുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. 47 മുതൽ 50 വരെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് ഇതിലുള്ളത്.